ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വ്യാപാരി വ്യവസായി ധനബലൻ സൊസൈറ്റി നടത്തുന്ന ഭദ്രം വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയിൽ നിന്നും മരണാനന്തര സഹായമായ 10 ലക്ഷം രൂപയുടെ ചെക്ക് റിങ്സം വർഗീസിന്റെ കുടുംബത്തിന് കൈമാറി. വ്യാപാരി വ്യവസായി ധനബലൻ സൊസൈറ്റി നടപ്പിലാക്കുന്ന ഭദ്രം വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മരണാനന്തര സഹായധനം കൈമാറി. പദ്ധതിയിൽ അംഗമായിരുന്ന അന്തരിച്ച റിങ്സം വർഗീസിന്റെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപയുടെ ചെക്കാണ് വിതരണം ചെയ്തത്. വ്യാപാര ഭവൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി ചെക്ക് കൈമാറി. റിങ്സണിന്റെ ഭാര്യ ടിൻഡു റിങ്സൺ തുക ഏറ്റുവാങ്ങി. വ്യാപാരികളുടെയും കുടുംബങ്ങളുടെയും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പ്രാധാന്യം ചടങ്ങിൽ ചർച്ചയായി. നിയോജക മണ്ഡലം കൺവീനർ മുഹമ്മദ് കെ വി, യൂണിറ്റ് പ്രസിഡന്റ് എം അബു, സെക്രട്ടറി CS ഗീവർ, ട്രഷറർ PS ഹംസ എന്നിവർ സംബന്ധിച്ചു. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഒരു കൈത്താണ്. നമ്മളെല്ലാവരും കൂടി സഹകരിച്ച കുടുംബത്തിൽ കൈത്താണ്. അത് മാത്രമല്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. അതിലാരും വിളിച്ചു വരുത്തരുത്. ഇനിയും ചേരാത്ത ആളുകൾ നമ്മൾ ചേർക്കേണ്ട സമയമാണ്. 15 സമയമുണ്ട്. പിന്നെ ഫോമുകളൊക്കെ അടുത്ത് പൂർത്തി ഈ ഇലക്ഷൻ തിരക്കാനും എല്ലാ ദിവസവും തിരക്കാം. അപ്പോൾ മിക്കവാറും എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് എത്തിച്ചോളാം. 15-ാം തീയതി സംഗതി തുടങ്ങി. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് കൊണ്ട് നിർത്തിയത് അതാണ് മെയ് 15 വരെ ഒരു മാസം വെച്ചിരുന്നത്. ഏപ്രിൽ 30 തീയതി അത് നിർത്തില്ല. ചിലപ്പോൾ അതുപോലെ ആവേണ്ടി വരും. അതുപോലെ വീക്കേറിൽ തന്നെ വീക്കേറിൽ ചെക്ക് ഇത് ചേർത്ത് അതുകൂടെ ചേർന്ന് ഒരു മാസത്തിൽ അധികം സമയം ഇരിക്കുന്ന ആൾക്കാർ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കയറ്റുന്നതിന് വേണ്ടിയിട്ട്. വീക്കേർ വളരെ നല്ല പദ്ധതിയാണ്. ഇതിനകം നമ്മുടെ ഇവിടുന്ന് വളരെ കുറവാണ് ആളുകൾ. പക്ഷെ നമ്മൾ മറ്റ് തൃശ്ശൂരിൽ കടവാൻ ആളുകൾ ചേർന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് എല്ലാത്തിനും അവശത അനുഭവിക്കുന്ന ഒരു ഏരിയ ഉണ്ടോ ചേലക്കര നിയോജകമണ്ഡലം. ആ അവശത എല്ലാത്തിലും പ്രകടമായിട്ട് കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, പരമാവധി ആളുകളെ നമ്മൾ ചേർക്കണം. നമ്മുടെ ഉത്തരവാദിത്വമാണ്, നേതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. കുടുംബങ്ങളെയും അവരുടെ ആളുകളെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ചിലപ്പോൾ എല്ലാവരും മുഖം തിരിച്ചു പോലും ചിലർ ഞങ്ങൾക്ക് എന്താ ലാഭം ചോദിക്കുന്നു. യൂത്ത് വിംഗ് പ്രസിഡന്റ് അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് മുസ്തഫ A, സൈനുദ്ദീൻ KK തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. എന്തായാലും അദ്ദേഹം ചെയ്തു വെച്ച ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് ഉപകാരമാവുന്നതിന് പ്രാർത്ഥിക്കുക. എന്തായാലും കൂടുതൽ എന്ന് പറയുന്നില്ല. CCV ന്യൂസ്, ചേലക്കര.